ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2051. ഇന്ന് ഓഗസ്റ്റ് മാസം 12-ാം തീയതി 224-ാമത്തെ ദിവസത്തിലെത്തി. പരിശുദ്ധ അമ്മ മറിയവും ഏലിശബാൻ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഏലിശബ എന്തുമാത്രം വാചാലമായിട്ടാണ്, ആഹ്ലാദത്തോടെയാണ്, ആദരവോടെയാണ് സ്തോത്രഗീതമൊക്കെ മറിയാമ്മന് മുമ്പിൽ സമർപ്പിക്കുന്നത്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം ആദ്യ അധ്യായത്തില് അതൊന്നും കൂടി ഒന്ന് വായിച്ച് എടുക്കേണ്ടതാണ്. എലിശബായുടെ ആ ഒരു ആഘോഷത്തിന്റെ വാക്കുകൾ, സ്തുതിപ്പിന്റെ വാക്കുകളൊക്കെ അവസാനിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ്. നിസ്സാരമായ ഒരു ആദരവോ അംഗീകാരവുമല്ല. എലിശബയ്ക്കറിയാം തന്റെ ഭർത്താവ് പുരോഹിതൻ കൂടിയായ സ്കറിയ പോലും ദൈവം അരുളി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവ നിറവേറുമോ അങ്ങനെ സംശയിച്ചിരുന്നു. സക്രിയ പുരോഹിതനായിരുന്നിട്ടും കർത്താവിന്റെ വചനങ്ങൾ അതായിട്ടും തിരിച്ചറിഞ്ഞിട്ടും, എന്നിട്ടും നസറേത്തിലെ ഒരു സാധാരണ പെൺകുട്ടിയായി മറിയം കർത്താവിന്റെ വചനങ്ങളെ വിശ്വസിക്കുകയാണ്. ഭാഗ്യവതി എന്നാണ് എലിശബ മറിയം എന്ന ചെറിയ പെൺകുട്ടിയെ പുകഴ്ത്തുന്നത്, വിശേഷിപ്പിക്കുന്നത്, പ്രകീർത്തിക്കുന്നത്. വിശുദ്ധ വേദഗ്രന്ഥം പരിശോധിച്ചാൽ പൊതുവെ 3 തരം വിശ്വാസമുണ്ടെന്ന് പറയാം. ഒന്ന്, ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. ദൈവത്തിൽ ഇങ്ങനെ ആശ്രയിക്കുന്നൊരു വിശ്വാസമുണ്ട്. ഐ ട്രസ്റ്റ് യു, ദൈവം ചതിക്കില്ല എന്നൊരു വിശ്വാസം, ദൈവം സഹായിക്കുമെന്നൊരു ചിന്ത. ഇതത്ര അനുകരണീയമായൊരു വിശ്വാസമൊന്നും അല്ല കേട്ടോ. രണ്ടാമത്തെ വിശ്വാസം, യേശു ദൈവപുത്രനാണ്, യേശു രക്ഷകനാണ്, ദൈവം സ്നേഹമാണ്, യേശു നല്ല ഇടയനാണ്. ഇങ്ങനെയൊക്കെ വിശ്വസിച്ചു പോകുന്നതാണ്. ഇതും അത്ര ആഴപ്പെട്ടൊരു വിശ്വാസമല്ല. മൂന്നാമത്തെ വിശ്വാസമുണ്ട്, യേശുവിലേക്കുള്ള ഒരു വിശ്വാസമാണ്. യേശുവിന്റെ നാമത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക്. മൂന്നാമത്തെ ഈ വിശ്വാസം ഏറെ പൂർണ്ണമാണ്. ഐ ബിലീവ് ഇൻ ടു ജീസസ്. അതിൽ ആ ഇൻറ്റു എന്നൊരു വാക്കിന് കുറേ കൂടി പ്രാധാന്യമുണ്ട്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം ആദ്യ അധ്യായത്തില് അതിനെക്കുറിച്ച് സൂചനയുണ്ട്. തടയാൻ പറ്റാത്ത ഒരുതരം വീഴ്ചയാണ് കേട്ടോ ഇത്. എന്ന് വെച്ചാൽ യേശുവിലേക്ക് ഒരാൾ വീഴുകയാണ്. ഞാൻ യേശുവിലേക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിൽ ആകർഷിക്കപ്പെടുന്നു. അതിനെ തടയാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. യേശുവിലേക്കുള്ളൊരു സ്നാനപ്പെടലാണ്, ഒരു ഏകീകരണമാണ്. അവനെന്നെ സഹായിച്ചാലും ഇല്ലെങ്കിലും, ചതിച്ചാലും ഇല്ലെങ്കിലും, അവൻ സന്നിഹിതനാണെങ്കിലും അല്ലെങ്കിലും, അവൻ ശത്രുപക്ഷത്താണെങ്കിലും അവനെ വിട്ടുപോകാൻ എനിക്ക് കഴിയുന്നില്ല. ഇതാണ് യഥാർത്ഥ വിശ്വാസം. അവൻ എന്നോട് അവിശ്വസ്തനായിരുന്നാലും ഞാൻ അവനോട് വിശ്വസ്തത പുലർത്തുമെന്ന ഉറച്ച തീരുമാനം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തില് ഒരു വചനമുണ്ട്, 17-18. ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും. ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും അവൻ തന്നെയാണ് ഞങ്ങളുടെ ദൈവം. ദാനിയേൽ ഇങ്ങനെ പറഞ്ഞതുപോലെയുള്ളതാണ് യഥാർത്ഥ വിശ്വാസം. ഈ വിശ്വാസമായിരുന്നു മറിയം എന്ന അമ്മയിലുണ്ടായിരുന്നത്. അതെ, എലിശബ പറയുന്ന നമുക്കൊന്ന് ഏറ്റുപറയാം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ്. ആമേൻ.